മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി എത്രയോ ദാഹത്തോടെയാണ് നമ്മൾ ഈ പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ നിയോഗങ്ങളുമായി പ്രാർത്ഥനകളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള സർവ്വ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്നത്തെ വചനം കേൾക്കണ്ടേ? മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 38-ാം വാക്യം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. മകളെ, മാതാവ് തിരസ്കരിച്ച 7ാമത്തെ മേഖലയാണ് എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങൾ. എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെ തകർത്തവളാണ് പരിശുദ്ധമ്മ. എന്തുകൊണ്ടാണെന്നറിയാമോ? അധരത്തിലും ഹൃദയത്തിലും വചനം സൂക്ഷിച്ചിരുന്നു. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിരുന്നു. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്തുകൊണ്ടുള്ള ഒരു വലിയ പടയോട്ടമാണ് മാതാവ് നടത്തുന്നത്. ഇന്ന് മനുഷ്യരെല്ലാം പ്രലോഭനങ്ങളിൽ അകപ്പെടുകയാണ്. പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ള പ്രലോഭനം, അംഗീകാരത്തിനും പരിഗണനയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രലോഭനം, യേശുവിനെ തള്ളിപ്പറയാനായിട്ടുള്ള പ്രലോഭനം, സമ്പത്തിൻ്റെ പിറകെ, വിദ്യയുടെ പിറകെ പരക്കം പായുന്ന പ്രലോഭനം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനുള്ള പ്രലോഭനം, ദൈവവചനത്തിൽ നിന്ന് ഓടിയകലാനുള്ള പ്രലോഭനം, ജഡമോഹങ്ങൾക്ക് അടിമയാകാനായിട്ടുള്ള പ്രലോഭനം. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിൽ മനുഷ്യൻ നട്ടം തിരികെയാണ്. നമുക്കറിയാമല്ലോ, നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്തവളാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് കൂട്ടുകൂടിയാൽ ഏതു തരത്തിലുള്ള ചെറുതോ വലുതുമായ പ്രലോഭനങ്ങൾ നമ്മൾ നിന്ന് വിട്ടുപോകും. വിശുദ്ധ ബെനഡിക്റ്റേ, വിശുദ്ധ വിയാനി പുണ്യവാനെ, വിശുദ്ധ പാതിരപ്പിയയെ, പലതരത്തെ പ്രലോഭനത്തിൽ അകപ്പെട്ടിരിക്കുന്ന സർവ്വ മക്കളെയും അതിന് വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പലവിധ രോഗങ്ങളാലും ക്ലേശങ്ങളാലും ബുദ്ധിമുട്ടുകളാലും ക്ലേശിക്കുന്ന സർവ്വ വിദ്യാർത്ഥികളിലേക്കും സർവ്വ യുവജനങ്ങളിലേക്കും സർവ്വ ദമ്പതികളിലേക്കും വിവിധങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്ന വൈദികരിലേക്കും സിസ്റ്റേഴ്സിലേക്കും അവർ അനുഭവപ്പെടുന്ന എല്ലാവിധത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യനെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. തിരുസഭയെ ഒരിക്കലും പിശാച് ഉപദ്രവിക്കാതിരിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വഴിയായി എല്ലാ തിന്മയുടെ കൂട്ടുകെട്ടിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും വിടുതൽ നേടുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.